ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്ലോറൽ ടയറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെറും 2 മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടയർ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടയറാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലെ കുഞ്ഞു മക്കൾസിന് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടയറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 3mm-ൻ്റെയും 4mm-ൻ്റെയും ഗിയർ വയറാണ് കേട്ടോ. 2 സൈസിലുള്ള ഗിയർ വയറാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ മെറ്റീരിയൽ എടുക്കാൻ നോക്കുക കേട്ടോ. 3ഉം 4ഉം ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡാമേജ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പാക്കറ്റായിട്ട് വന്നപ്പോൾ കുറേ പൊട്ടിപ്പോയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. കുറേ ഇതളുകളൊക്കെ പൊട്ടി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ഡാമേജ് ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേണം. പിന്നെ വേണ്ടത് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ആണ് വേണ്ടത്. ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനുള്ള പാർട്ടുകൾ ഉണ്ടാക്കാം. അതിനായിട്ട് 3mm-ൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ബീഡ്സുകൾ കോർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 5 ബീഡ്സുകൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നല്ല രീതിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി തൊട്ട് ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും 5 കോർക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ എൻ്റെ ചാനലിൽ ഓരോ ടയർ ഇംപ്രൂവ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ, മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ മെറ്റീരിയൽസൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുവിധം എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവാനായില്ലേ. അപ്പോൾ മക്കൾസിന് ഇതുപോലെയൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ അവരും ഉണ്ടാക്കട്ടെ. അപ്പോൾ ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മളുടെ കയ്യിലുള്ളത് നല്ലതാണ് കേട്ടോ. നമ്മളുടെ വിദ്യാഭ്യാസത്തിന് പുറമെ നമുക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ആവട്ടെ, ജ്വല്ലറി മേക്കിങ്, സ്റ്റിച്ചിങ്, എന്താണെങ്കിലും. ഇനിയിപ്പോൾ മ്യൂസിക്കിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇത് പഠിപ്പിച്ചെടുക്കാം. എന്തെങ്കിലും നമുക്ക് കൈത്തൊഴിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഭാവിയിൽ. അപ്പോൾ ഇതേ നമ്മളുടെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാർട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് എണ്ണം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് ഗോൾഡൻ ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കുറേ പൊട്ടിപ്പോയതാണ് കേട്ടോ. ഇതിൻ്റെ ഇതളുകളൊക്കെ കുറേ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് മാത്രമല്ല കുറേ ഉണ്ട്. അപ്പോൾ എനിക്കിത് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. കണ്ടാൽ പറയൊന്നുമില്ല ഇത് പൊട്ടിപ്പോയതാണെന്നൊന്നും. നമുക്ക് നമ്മളുടെ വീട്ടിൽ മക്കൾസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് പൊട്ടിയതാണോ അല്ലെങ്കിൽ എന്താ പറയുക ഡാമേജ് ആയതാണോ എന്നുള്ളതൊന്നും ആരും നോക്കില്ല. ഈ ഒരു ഡിസൈന് കാണുമ്പോൾ പൊട്ടിയതായിട്ട് തോന്നുന്നില്ല കേട്ടോ. ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ഫ്ലവേഴ്സ് നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന 2 കമ്പി നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്താൽ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈന് കണ്ടാൽ ഈ ഒരു ഫ്ലവേഴ്സ് പൊട്ടിപ്പോയതാണെന്നോ അല്ലെങ്കിൽ ഡാമേജ് ആയതാണെന്നോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ആ ഒരു ഡിസൈന് അത്രയും നല്ലൊരു ഡിസൈനാണ്. അത് നേരിട്ട് കാണുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇതിൻ്റെ പെറ്റൽസൊക്കെ പൊട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഗ്ലേസിങ്ങിന് മാറ്റമൊന്നുമില്ല. നല്ല ഗ്ലേസിങ് ഉള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mm-ൻ്റെ ഗിയർ വയർ ഒരു 15 cm to 20 cm നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടുകളൊക്കെ പിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആ ഒരു കമ്പിയുടെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് റെഡിയായി. ഇനി ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു പാർട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും കെയർ ചെയ്തിട്ട്, അതായത് കമ്പികളൊക്കെ നല്ല ഒതുക്കി വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അവർ ചിലപ്പോൾ തലേയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴേ അത് കയ്യിൽ കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ബീഡും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിരിച്ചു കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ഇനി ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പാർട്ട് മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ കുറച്ച് സമയം വേണ്ടത്. അപ്പോൾ നമ്മളുടെ വീട്ടുജോലിയുടെ ഇടയിൽ ഇതൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കി വയ്ക്കുക, വീണ്ടും ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആർക്കും ഇതിനായിട്ട് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യാൻ വേറെ ആരെങ്കിലുമൊക്കെ വേണം, എന്നാൽ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാം. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു വീടും ഉണ്ടാവില്ല. നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണമല്ലോ. വീട് ജോലിയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ആ ഒരു ജോലിയുടെ ഇടയിൽ നമ്മളിത് സമയം കണ്ടെത്തുക, സമയമില്ലെങ്കിൽ നമ്മൾ അതിനെ ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, ഫുള്ള് തിരക്ക് തന്നെയാണ്. വീട്ടിൽ ചിലപ്പോൾ ചെയ്യാനുള്ള ജോലികൾ ഇനിയും ബാക്കിയുണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടാണ് ചില സമയത്ത് ഇതൊക്കെ വന്ന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മോനപ്പുറത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ. അവനിത് കണ്ടാൽ ചെയ്യാനേ സമ്മതിക്കില്ല. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണേ. നല്ല ടൈറ്റായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ ഈ ഒരു ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു പാർട്ടുകൾ നമ്മൾ നന്നായിട്ട് ഒതുക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടാൽ പറയൂ ഡാമേജ് ആയിട്ടുള്ളതാണ്, അതുപോലെ പൊട്ടിപ്പോയതാണെന്നൊന്നും കണ്ടാൽ പറയില്ല. കാരണം ആ ഒരു ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ആ ഒരു പൊട്ടിപ്പോയ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് വരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഡാമേജ് ആവാത്ത, അതുപോലെ പൊട്ടിപ്പോവാത്ത നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊട്ടിപ്പോയത് ഒന്നും കൂടെ റീയൂസ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.